നമസ്കാരം. ഇതിപ്പോ നായര് പിടിച്ച പുലിവാലാകുമോ? 15-ാം തീയതി മുതൽ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകിയാൽ സമരം ചെയ്യുമെന്ന് ഓൾ കേരള മെൻസ് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി. ഈ സൗജന്യ യാത്ര ആരംഭിക്കുന്ന 15-ാം തീയതി ബസ്സുകൾ തടയുമെന്നും സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുമെന്നാണ് അവരുടെ പ്രഖ്യാപനം. അന്നേ ദിവസം ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുമെന്നും അവർ, അതായത് മെൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. സ്ത്രീ വിരുദ്ധതയല്ല പറയുന്നതെന്നും പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് മാത്രമാണ് സൗജന്യ യാത്ര അനുവദിക്കേണ്ടതെന്നുമാണ് അവരുടെ അഭിപ്രായം. ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരായ സ്ത്രീകൾക്ക് എന്തിനാണ് സൗജന്യ യാത്രയെന്നും അവർ ചോദിക്കുന്നു. അവർ ചോദിക്കുന്നത് ശരിയല്ലേ? ഒരു തെറ്റുമില്ല അതിനകത്ത്. പുരുഷനായി ജനിച്ചത് കൊണ്ട് ഒരിടത്തു നിന്നും നീതി കിട്ടുന്നില്ല. പുരുഷന്മാർ വോട്ട് ബാങ്കാണ്. സ്ത്രീകളുടെ വോട്ട് നേടണമെങ്കിൽ ഇങ്ങനെയുള്ള ചില ആനുകൂല്യങ്ങൾ നൽകണം. ബസ്സിൽ പുരുഷന്മാർക്കും സീറ്റ് സംവരണം വേണം. സ്ത്രീകളെ പോലെ തന്നെ അമ്മ പെറ്റത് തന്നെയാണ് പുരുഷന്മാരെയും. അതുകൊണ്ട് ആനുകൂല്യം എല്ലാവർക്കും ഒരുപോലെ ലഭിക്കണം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്കും അതുപോലെ വിദ്യാർത്ഥിനികൾക്കും വയോധികർക്കും സൗജന്യ യാത്ര നൽകുന്നതിൽ തെറ്റില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി. അവർ പറയുന്നതെല്ലാം വളരെ ശരിയാണ്. അതേസമയം KSRTC ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതി ജോലി ചെയ്യുന്ന കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കും നൽകുന്നത് കടുത്ത ആശങ്കയാണ്. കാരണം ഡെയിലി ബാറ്റ സംബന്ധിച്ച് വ്യക്തതയില്ലാത്തതാണ് അവരുടെ പ്രധാന ആശങ്ക. അതാണ് അവരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ഇപ്പോൾ മികച്ച കളക്ഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓർഡിനറി ബസ്സുകളിൽ പലതിലും കൂടുതലും സ്ത്രീ യാത്രക്കാരാണ്. തിങ്കളാഴ്ച മുതൽ, അതായത് ഈ വരുന്ന 15-ാം തീയതി തിങ്കളാഴ്ച മുതൽ പ്രിയദർശിനി പദ്ധതി നിലവിൽ വരുന്നതോടെ ഇവർക്ക് യാത്ര തീർത്തും സൗജന്യമാകും. അപ്പോൾ കളക്ഷൻ കുറയും. ഇത് കളക്ഷനെ കാര്യമായി ബാധിക്കുകയും ചെയ്യും. ബസ്സിലെ ടിക്കറ്റ് വരുമാനം അനുസരിച്ചാണ് ഡ്രൈവർക്കും കണ്ടക്ടർക്കും ബാറ്റ നിശ്ചയിക്കുന്നത്. വരുമാനം കുറയുന്നതോടെ ബാറ്റയും കുറയുമോ എന്നതാണ് ഇവരുടെ പേടി. സാധാരണ വരുമാനം കൂടുമ്പോൾ ബാറ്റ കൂടും. ഓർഡിനറി ബസ്സും ഫാസ്റ്റ് ബസ്സും എന്നിങ്ങനെ ബസ്സുകളുടെ തരം അനുസരിച്ചാണ് ബാറ്റ നിശ്ചയിക്കുന്നത്. ഓർഡിനറിക്കും സിറ്റി ഫാസ്റ്റിനും ഒരേ സ്ലാബിലാണ് ബാറ്റ കണക്കാക്കുന്നത്. സിംഗിൾ ഡ്യൂട്ടിയുള്ള ഒരു ഓർഡിനറി സർവീസിന് 7,500 രൂപ വരെ വരുമാനം ലഭിക്കുമ്പോൾ ഏകദേശം 75 രൂപ ബാറ്റ ലഭിക്കും. അത് ഡ്രൈവർക്കും കണ്ടക്ടർക്കും 35 രൂപയ്ക്ക് മുകളിൽ കിട്ടും. അത് അവർ ഭാഗിച്ചെടുത്തോണം. 1.5 ഡ്യൂട്ടി ആണെങ്കിൽ 30 രൂപ വീതം ലഭിക്കും. കളക്ഷൻ കൂടുന്നത് അനുസരിച്ച് ബാറ്റയും ഉയരും. മികച്ച വരുമാനമുള്ള സർവീസുകളിൽ ഡ്രൈവർക്കും കണ്ടക്ടർക്കും 150 രൂപ വരെ മിക്ക ദിവസങ്ങളിലും കിട്ടും. സൗജന്യ യാത്ര നടപ്പിലാകുന്നതോടെ ഇതിൽ കാര്യമായ കുറവുണ്ടാകുമെന്നാണ് അവർ കരുതുന്നത്. കാരണം ഈ ബാറ്റ കിട്ടുന്നത് അവർക്കൊരു അനുഗ്രഹമാണ്. അവരുടെ നിത്യച്ചെലവുകൾ അതിനകത്തങ്ങ് പോകും. അതുപോലെ സീനിയോറിറ്റി കൂടുന്നതോടെ സർക്കാർ സർവീസിലുള്ളവർക്ക് DAയും ശമ്പള പരിഷ്കരണവും ഒക്കെ കാലാകാലങ്ങളിൽ നടപ്പാക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം KSRTCക്കാർക്ക് കിട്ടാക്കനിയാണ്. അവർക്കിതൊന്നും കിട്ടുന്നില്ല. സർക്കാർ സർവീസിലുള്ളവർക്ക് 37% DA ലഭിക്കുമ്പോൾ KSRTCക്കാർക്ക് ലഭിക്കുന്നത് എത്രയാ? വെറും 7% മാത്രമാണ്. ബാക്കി 30% കുടിശ്ശികയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ശമ്പള പരിഷ്കരണം നടപ്പാക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതുണ്ടായില്ല. പുതിയ സർക്കാർ ഈ ശമ്പള പരിഷ്കരണം നടപ്പാക്കുമോ എന്നും KSRTCക്കാർക്ക് അറിയില്ല. നിത്യോപയോഗ സാധനങ്ങൾക്ക് റോക്കറ്റ് പോലെ വില കയറിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ലഭിക്കുന്ന ശമ്പളം കൊണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ KSRTC ജീവനക്കാർക്ക് പറ്റുന്നില്ലെന്നാണ് അവരുടെ പരാതി. അതൊരു പക്ഷേ ശരിയായ ഒരു കാര്യമാണ്. തുച്ഛമായ വരുമാനമാണ് അവർക്കുള്ളത്. ബാറ്റ ഇവർക്ക് നേരിയ ആശ്വാസമായിരുന്നു. പ്രത്യേകിച്ച് ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക്. ഒരു ഡ്യൂട്ടി വെറും 715 രൂപയാണ്
ഒരു ഡ്യൂട്ടിക്ക് ഇവർക്ക് ലഭിക്കുന്ന ശമ്പളം. ബാറ്റ ഇല്ലാതാകുന്നതോടെ ഓർഡിനറി ബസ്സുകളിൽ ജോലി ചെയ്യാൻ മിക്കവാറും ജീവനക്കാർക്ക് താല്പര്യക്കുറവ് ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമോ എന്ന ആശങ്ക ഡിപ്പോ മേലധികാരികൾക്കുമുണ്ട്. ബാറ്റയുടെ കാര്യത്തിൽ വ്യക്തത വരുത്തി എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടവർ ഉത്തരവിറക്കണമെന്നാണ് ജീവനക്കാരുടെ മാത്രമല്ല ഡിപ്പോ അധികൃതരുടെ വരെ ആവശ്യം. കുടിശ്ശികയുള്ള DA ഉടൻ വിതരണം ചെയ്യണമെന്നാണ് അവരാവശ്യപ്പെടുന്നത്.